എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആ വർഷം ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ മേടിച്ച മാജിക് നൈറ്റ് സ്കോഡുകൾ ഏതൊക്കെയാണെന്ന് വിസാർഡ് കിങ് അനൗൺസ് ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് ക്ലോവർ കിങ്ഡത്തെ രാജാവ് അങ്ങോട്ട് വരുന്നത്. ജനങ്ങൾക്ക് മുമ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർ അനൗൺസ് ചെയ്യുന്നു. ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ഹൈഡൌട്ട് അവർ കണ്ടുപിടിച്ചെന്നും അവരെ ഇല്ലാതാക്കാൻ വേണ്ടി റോയൽ നൈറ്റ് എന്നൊരു പുതിയ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യേണ്ടെന്നും അവർ പറയുന്നു. റോയൽ നൈറ്റ് എന്ന പുതിയ ഗ്രൂപ്പിന്റെ ഒരു മെമ്പറായി മാറാൻ ആസ്തക്കും യൂനോക്കും ഒരുപാടധികം ആഗ്രഹമുണ്ട്. അതിനെപ്പറ്റി അവർ സംസാരിച്ചു വരുന്ന സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. ക്രിംസൺ ലയൺസിന്റെ പുതിയ ക്യാപ്റ്റനായിട്ടുള്ള മെറിലിയോണെ വെർമില്യൻ തന്റെ ടീമിലുള്ള മെമ്പേഴ്സിനെ തന്നെ വഴക്ക് പറയുന്നു. എല്ലാ വർഷവും ക്രിംസൺ ലയൺസ് 1-ാം സ്ഥാനത്തല്ലെങ്കിൽ 2-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ 5-ാം സ്ഥാനത്തെത്തിക്കാൻ നിങ്ങൾക്ക് എത്ര ധൈര്യം വന്നു? ഒരു ശൂന്യനായ എന്റെ ബ്രദർ കിടപ്പിലായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ് മെലി. ഇത് കേട്ട് അവരെന്താ ഉദ്ദേശിച്ചെന്ന് ആസ്തയ്ക്ക് മനസ്സിലായില്ല. ഒരു വിഡ്ഢി എന്നാ അവരുദ്ദേശിച്ച്. അങ്ങനെയാണെങ്കിൽ ലിയോയുടെയും ഫെഗോലിയന്റെയും സിസ്റ്റർ ആണോ ഇവർ എന്ന് ചോദിക്കുവാണ് ആസ്ത. ഫെഗോലിയൻ എന്ന വിഡ്ഢി കുറെ നട്ടലില്ലാത്തവന്മാരെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഒന്നിനും കൊള്ളാത്തവന്മാരെ എന്റെ തലയിലോട്ടിട്ട് അവൻ സുഖമായിട്ട് കിടക്കുക. അവനൊന്നും ഒരു ക്യാപ്റ്റൻ ആവാനുള്ള അർഹത പോലും ഇല്ല. ഇത് കേട്ട് ലിയോ അടക്കമുള്ള എല്ലാവർക്കും ഒരുപാടധികം ദേഷ്യം വരുന്നു. എല്ലാം തികഞ്ഞ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അവർ. ഒരു യഥാർത്ഥ നൈറ്റ് എന്താണെന്ന് അവരാ ഞങ്ങളെ പഠിപ്പിച്ച്. ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച മാജിക് നൈറ്റ് ആണ് ഫെഗോലിയൻ. നിങ്ങൾ എന്റെ സിസ്റ്റർ ആയിരിക്കാം, പക്ഷെ എന്റെ ബ്രദറിനെ പരിഹസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് വിളിച്ചു പറയുവാണ് ലിയോ. പെട്ടെന്നാണ് മേരി അവന്റെ മോന്ത് കിട്ടുന്നവൻ കൊടുക്കുന്നത്. എന്നാ ഇങ്ങനെ സംസാരിക്കുന്നത് നിർത്തി നിങ്ങളുടെ യഥാർത്ഥ സ്ട്രെങ്ത് എന്താണെന്ന് എന്നെ കാണിക്ക്. എല്ലാം തികഞ്ഞ ഒരു മികച്ച ക്യാപ്റ്റൻ നയിക്കുന്ന ഒരു മികച്ച സ്കോഡ് നിങ്ങളാണെന്ന് എന്നെ കാണിക്ക്. ആ വിഡ്ഢി തിരിച്ചു വരുന്നത് വരെ ക്രിംസൺ ലയൺസിലെ നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം മികച്ചതാണെന്ന് നിങ്ങൾ എന്നെ കാണിക്ക്. ഒരു വിഡ്ഢിയായിട്ടുള്ള എന്റെ ഇളയ സഹോദരന് അത് സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ ഇല്ലാതാക്കും. എന്താ ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? യെസ് മാം എന്ന് അവരെല്ലാവരും വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ആസ്ത ഇനി അവർ എന്ത് ട്രെയിനിങ് അവർക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. ശരി, ഇനി നമുക്ക് നമ്മുടെ ഹോട്ട് സ്പ്രിംഗ് ട്രെയിനിങ് ക്യാമ്പിലോട്ട് പോകാം. ഇത് കേട്ട് എല്ലാവരും മിലിയെ തന്നെ നോക്കുവാണ്. എന്ത് ഹോട്ട് സ്പ്രിംഗാ എന്ന് പറഞ്ഞ അവൻ അതിനെ പറ്റി ചിന്തിക്കുന്നു. ഹേ യൂനോ, അത് ഭയങ്കര ഫണ്ണായിരിക്കുമല്ലേ? അങ്ങനെയെങ്കിൽ നീയും എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് മിലി അവരെ പിടിക്കുന്നു. അത് പിന്നെ ഞാൻ വേറൊരു സ്കോഡിൽപ്പെട്ട ആളാണ്, അറിയാത്തവരുടെ കൂടെ പോവരുതെന്ന് എന്നോട് പണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ലിയോ അങ്ങോട്ട് വരുന്നത്. ഹേ ആസ്ത, നീ എന്റെ എതിരാളിയല്ലേ, നിനക്ക് എന്നെ അറിയില്ലേ? അങ്ങനെയെങ്കിൽ നീയും എന്റെ കൂടെ വരണം. ആസ്ത ബൈ, നമുക്ക് എക്സാമിന് കാണാം എന്ന് പറഞ്ഞ് യോനോ മെല്ലെ അവിടെ നിന്ന് മുങ്ങുന്നു. നീയും ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞ് മിലി അവനെയും പിടിക്കുന്നു. ഇതെന്റെ സിസ്റ്റർ ആയോണ്ട് പറയുമല്ല, ഇവളുടെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയാ പിന്നെ നിനക്ക് ജീവൻ ഉണ്ടാവില്ല. ഇവളുടെ കയ്യിൽ മറിഞ്ഞിരിക്കുന്ന ഒരുപാടധികം പവേഴ്സ് ഉണ്ട്. ഫൈറ്റ് ചെയ്യാനോ പൊളിറ്റിക്സിനോ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവൾ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ആവാതിരുന്നത്. ഇവളെങ്ങാനും ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ ഫെഗോലിയനേക്കാൾ ഒരുപാടധികം സ്ട്രോങ് ആയനെ. കിരീടം ധരിക്കാത്ത, ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സിംഹമാണിവൾ. മെറിലിയോണ വെർമില്യൻ എന്ന് വിളിച്ചു പറയുവാണ് ലിയോ. സോ ഇവരിൽ രണ്ടുപേരും ആരാണ് മികച്ചതെന്ന് അറിയാൻ വേണ്ടി ഹോട്ട് സ്പ്രിംഗിലോട്ട് അവൾ അവരെയും കൊണ്ടുപോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ബാറിൽ നിൽക്കുന്ന മാജിക് നൈറ്റ് ക്യാപ്റ്റൻസിനെയാണ്. എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ബ്ലാക്ക് ബോൾസ് 2-ാം സ്ഥാനത്ത് എത്തിയത് കൊണ്ട് അവരെയൊക്കെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ യാമി. സത്യം പറഞ്ഞ യാമിക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതോ കണ്ട് മറ്റ് ക്യാപ്റ്റൻസിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ബാറിൽ കാണുന്ന അടികൂടാൻ പാടില്ലെന്ന് പറഞ്ഞ് ബാർ ഓണർ അവർക്ക് ഡ്രിങ്ക്സ് കൊണ്ടുകൊടുക്കുന്നു. പെട്ടെന്നാണ് ക്യാപ്റ്റൻ യാമി എന്ന് വിളിച്ചുകൊണ്ട് ക്യാപ്റ്റൻ റിൽ അങ്ങോട്ട് വരുന്നത്. ആദ്യമായിട്ട് അവസാന സ്ഥാനത്ത് എത്തിയത് കൊണ്ട് എനിക്ക് ഒരുപാടധികം സങ്കടമുണ്ട്. ഇതിനു മുൻപ് എല്ലാ വർഷവും നിങ്ങളല്ലേ അവസാന സ്ഥാനത്ത് ഉണ്ടാവാറ്, എന്നിട്ടും നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്. ശരിക്കും നിങ്ങൾ വേറെ ലെവലാണ് യാമി. അടുത്ത വർഷം വരെ കാത്തിരിക്കുക യാമി, നിന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജാക്കും മറ്റുള്ളവരും അവിടെ നിന്നും പോകുന്നു. 2-ാം സ്ഥാനത്ത് എത്തിയത് ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് യാമി. ആദ്യമായിട്ട് റാങ്ക് കൂടിയപ്പോ നിങ്ങൾക്ക് ഒരുപാടധികം സന്തോഷമായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് മിലി അങ്ങോട്ട് വരുന്നു. ഹോ സിസ് ഗോലിയൻ. എന്ത്? അല്ല, ഫെഗോലിയന്റെ സിസ്റ്റർ അല്ലേ, അപ്പൊ സിസ് ഗോലി എന്ന് വിളിച്ചതാ. ഞങ്ങളെ ആരും സഹോദരന്റെ പേര് വെച്ച് കളിയാക്കി വിളിക്കാറില്ല. നിങ്ങൾ നിങ്ങളുടെ പേരിന് അവസാനം ഗോലിയൻ എന്ന് ചേർക്കുമെന്ന് ഞാൻ വിചാരിച്ചു. സാധാരണ ഫെഗോലിയൻസിനെ അങ്ങനെയല്ലേ വിളിക്കാറ്? മമ്മി ഗോലിയൻ, ഡാഡി ഗോലിയൻ, ബ്രോ ഗോലിയൻ, സിസ് ഗോലിയൻ, ഫെഗോലിയൻ. ഓ നോൺസെൻസ് എന്ന് പറഞ്ഞ മിലി അതിനകത്തോട്ട് കയറുന്നു. അപ്പോഴാണ് ക്യാപ്റ്റൻ ആ കാഴ്ച കാണുന്നത്. യൂനോയെയും ആസ്തയും അവൾ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അവൾ നിന്നെ പിടിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തീരെ ഉത്തരവാദിത്വമില്ല. എല്ലാവരും സ്റ്റേജിലോട്ട് വന്ന സമയത്ത് നിങ്ങൾ മാത്രം വന്നില്ല. അതുകൊണ്ട് കുറച്ച് ട്രെയിനിങ് നിങ്ങൾക്കും ആവശ്യമാണെന്ന് തോന്നുന്നു. എന്ത്? ഞാൻ ശരിക്കൊരു ക്യാപ്റ്റനാ എന്ന് വിളിച്ചു പറയുകയാണ് യാമി. സോറി യാമി, അവൾ പറഞ്ഞത് ശരിയാ, നിനക്കത് ആവശ്യമാണ് എന്ന് ചാർലറ്റ് പറയുമ്പോ അവളെയും പിടിക്കുവാണ് മിലി.
സോ ചാർലറ്റ് എവിടെയുണ്ടോ അവിടെ സോളും ഉണ്ടാവുമല്ലോ. അപ്പോഴാണ് നോയൽ അങ്ങോട്ട് വരുന്നത്. ഹേയ് ആസ്ത, കഹാനോയും കിയാട്ടോയും യാത്രയാക്കാൻ നീ വരുന്നില്ലേ എന്നവൾ ചോദിക്കുന്ന സമയത്താണ് ലേഡി മെറിലിയോണെ അവൾ കാണുന്നത്. സോ ഇവർ കസിൻസ് ആയതുകൊണ്ട് നേരത്തെ തന്നെ ഇവർക്ക് പരിചയമുണ്ട്. എന്തൊക്കെയുണ്ട്, കുറെ കാലമായല്ലേ കണ്ടിട്ട്. ശരി, നിങ്ങൾ എൻജോയ് ചെയ്യ് എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്നും പോവാൻ വേണ്ടി നിൽക്കുന്നു. ഹേയ് നോയൽ, നീയും എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് അവൾ അവനെയും പിടിക്കുന്നു. ഹേയ്, ഞാൻ എന്ത് ചെയ്തിട്ടാ, എന്നെ വെറുതെ വിട് എന്ന് നോയൽ വിളിച്ച് പറയുമ്പോ ഒന്നും ചെയ്തിട്ടില്ലടി എന്ന് അവരെല്ലാവരും പറയുന്നു. ഹേയ് ആസ്ത, നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഹോട്ട് സ്പ്രിങ്ങിലോട്ടാണെന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഇത് കേട്ട് ഹോട്ട് സ്പ്രിങ്ങിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആസ്തയെ അവൾ ഓർക്കുന്നു. ഹേയ് നോയൽ, എന്റെ ഈ പുറമൊന്ന് ഒരിച്ചു തരുമോ? പെട്ടെന്ന് തന്നെ അവൾ ആസ്തയുടെ മോന്ത കിട്ടുന്നത് കൊടുക്കുന്നു. അങ്ങനെ അവരെയും കൊണ്ട് ആ കഥകളെല്ലാം പൊളിച്ച് മേരി അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് ആ ബാർ ഓണറിനെ നമ്മൾ കാണുന്നത്. ഇത് ഒരുപാടധികം രസകരമായിരിക്കുമെന്ന് തോന്നുന്നു. സോ അത് നമ്മുടെ വിസാർഡ് കിങ് ആയിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വളരെ സ്ട്രോങ് മാജിക് റീജിയൻ ആയിട്ടുള്ള ഒരു വോൾക്കാനോ ആണ്. സോ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലാവയുടെ അടുത്തോട്ടാണ്. യൂട്ടിം വോൾക്കാനോ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാജിക് റീജിയൻ ആണ് ഇത്. ഭൂമിക്കടിയിൽ വളരെയധികം മാജിക് എനർജി നിറഞ്ഞ ഒരു അഗ്നിപർവ്വതമുണ്ട്. അതിൽ നിന്നും എപ്പോഴും ലാവ വന്നുകൊണ്ടേയിരിക്കും. ഒരു സാധാരണക്കാരന് ഒരിക്കലും കാലുകുത്താൻ സാധിക്കാത്ത സ്ഥലമാണ് ഇത്. എന്നാൽ ഇതിന്റെ അപ്പുറത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? സോ അത് കാണാൻ നിങ്ങൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് അല്ലേ? ശരി, വാ നമുക്ക് പോകാം എന്ന നരകം പോലെയുള്ള ആ സ്ഥലം കണ്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുവാണ് അവരെല്ലാവരും. അപ്പോഴാണ് ഹോട്ട് സ്പ്രിംഗിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ചാർലറ്റിനെ സോൾ ഇമാജിൻ ചെയ്യുന്നത്. അത് കണ്ട് അവളും ഒരുപാടധികം എക്സൈറ്റഡ് ആവുന്നു. ഹേയ് സോൾ, നീ വെറുതെ ഇതിൽ ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. നീ തിരിച്ചു പോവാൻ നോക്ക്. ഒരിക്കലും ഇല്ല ക്യാപ്റ്റൻ, ഭൂമിയുടെ അറ്റം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഈ അഗ്നിപർവ്വതവും അതിൽപ്പെടും എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോകാൻ സോളും തയ്യാറാകുന്നു. ആർക്കാണ് ഏറ്റവും ആദ്യം ഇതിന്റെ മുകളിലോട്ട് എത്താൻ സാധിക്കാന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആസ്ത? അതെ, ഞാൻ തയ്യാറാണ്. അതൊരിക്കലും നീ ആയിരിക്കില്ല അലിയോ. യൂനോയോടും അവരുടെ ചലഞ്ചിലോട്ട് ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾ തന്നെ നേരെ അങ്ങ് പോയാ മതി. പെട്ടെന്നാണ് മിലി അവരെ രണ്ടുപേരെയും ചവിട്ടി അതിനകത്തോട്ട് ഇടുന്നത്. പുറകെ തന്നെ ക്രിംസൺ ലൈൻസിലെ എല്ലാ മെമ്പേഴ്സും അതിനകത്തോട്ട് ചാടുന്നു. സോ തളച്ചു മറിയുന്ന ഈ ലാവയെ മറികടന്ന് ഇതിനു മുകളിലുള്ള ഹോട്ട് സ്പ്രിംഗിലോട്ട് എത്തുക എന്നുള്ളതാണ് ഇവരുടെ മിഷൻ. എന്നാൽ അവിടെയുള്ള ചൂടും മാജിക് എനർജിയും കാരണം അവരെ കൊണ്ട് മുന്നിലോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആർക്കും നല്ല രീതിയിൽ ശ്വാസം പോലും കിട്ടുന്നില്ല. ഈ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലോട്ട് പോകുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാ എന്ന് ചിന്തിക്കുവാണില്ലയോ. പെട്ടെന്നാണ് ക്യാപ്റ്റൻ യാമിയും ചാർലറ്റും അതിന് നേരെ ഓടുന്നത്. അവർ കൂളായിട്ട് പോകുന്നത് കണ്ട് ഇവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവളെന്തിനാ എന്റെ പുറകെ വരുന്ന? എനിക്ക് വേറെ വഴിയില്ല. എന്തുകൊണ്ടായിരിക്കും മറിലിയോൺ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതിലെങ്ങാനും ഞാൻ പരാജയപ്പെട്ടാൽ എല്ലായിടത്തും സ്ത്രീകളെ ഞാൻ അപമാനിക്കുന്നത് പോലെയാവും. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ചാർലറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ക്യാപ്റ്റൻസ് അത് ചെയ്യുന്നത് കണ്ട് ഇവർ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു. എനിക്ക് മനസ്സിലായി, അവർ യൂസ് ചെയ്യുന്നത് മാജിക് സ്കിന്നാ. സോ എല്ലാ മാജിക് നൈറ്റ്സും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ശാരീരിക പവേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി അവർ മാജിക് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഈ കഴിവ് മിനുക്കിയെടുക്കുന്ന ഒരു അടിസ്ഥാനകരമായിട്ടുള്ള മന്ത്രത്തെയാണ് മാജിക് സ്കിൻ എന്ന് വിളിക്കുന്നത്. യാമിക്കും ചാർലറ്റിനും അവരുടെ മാജിക് ഒരു നിശ്ചിത അളവിൽ റിലീസ് ചെയ്യാൻ സാധിക്കും. അത് അവരെ എപ്പോഴും സ്വയം സംരക്ഷിക്കുകയും ചെയ്യുന്നു. സോ മാജിക് സ്കിൻ എന്ന് പറയുന്നത് എല്ലാ മാജിക് നൈറ്റ്സിനും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇത്രയധികം മാജിക് എനർജി ഉള്ള ഒരു സ്ഥലത്ത് അത് ഒരുപാട് നേരം യൂസ് ചെയ്യാന്ന് പറയുന്നത് വളരെ കഷ്ടമേറിയ കാര്യമാണ്. അവരെ കൊണ്ട് അതിന് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടും പറ്റും. സാവധാനം നമ്മൾ ഈ സ്ഥലവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാജിക് പവർ യൂസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അതിന്റെ മുകളിൽ എത്താൻ സാധിക്കും. സോ ഇവരുടെ മാജിക് വെറുതെ കളയുന്നതിന് മുൻപ് അത് വെച്ച് സ്കിൻ ഉണ്ടാക്കി അതിന്റെ മുകളിൽ എത്താനാണ് ഇവരുടെ പ്ലാൻ. നമ്മളെ സ്വയം ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു മികച്ച സ്ഥലമാണ് ഇത്. നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിക്കുകയാണില്ലയോ. സോ മാജിക് സ്കിന്നിനെ പറ്റി കേട്ട യൂനോയും അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓ, ഇത് വളരെയധികം കൂളാണല്ലോ എന്ന് ബെൽ പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ യൂനോ അവിടെ നിന്നും പോകുന്നു. ആസ്ത, ഞാൻ കുതിർന്ന് അവിടെ ചൂടാവുന്നതിന് മുൻപ് നീ അങ്ങോട്ട് എത്തുന്നതായിരിക്കും നല്ലത് എന്ന്. ഇതേ സമയം ലിയോയും മറ്റുള്ളവരും ഹോട്ട് സ്പ്രിംഗിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നു. ഞാനും ഇതാ വരുന്നു എന്ന് പറഞ്ഞ് സോളു അവരുടെ കൂടെ ഓടുവാണ്. എന്റെ വാട്ടർ മാജിക് ഈ സ്ഥലമായിട്ട് ഒത്തുപോകുമെങ്കിലും അധിക നേരം മാജിക് കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നോയൽ നിൽക്കുന്ന സമയത്താണ് മെറിലിയോൺ അങ്ങോട്ട് വരുന്നത്. എന്തു പറ്റി നോയൽ? ഇതിന്റെ മുകളിലോട്ട് പോകാൻ നീ തയ്യാറല്ലേ? നിന്റെ മാജിക് എനർജി കണ്ടാൽ എനിക്ക് പറയാൻ സാധിക്കും. നിന്റെ സിബിലിയൻസ് കളിയാക്കിയിരുന്ന ആ കൊച്ചു പെൺകുട്ടിയിൽ നിന്നും നീ ഒരുപാടധികം മാറിയിട്ടുണ്ട്. നീ നിന്റെ അമ്മയെ പോലെയാണ്. പുറത്തു മാത്രമല്ല, ഉള്ളിലും. ഒരു മാജിക് നൈറ്റിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമായിരുന്നില്ല അവൾക്കുണ്ടായിരുന്നത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹൃദയവും അവൾക്കുണ്ടായിരുന്നു. ഹേയ്, താങ്ക് യു. ആ പൂക്കൾ കാണാൻ ഒരുപാടധികം മനോഹരമാണ്. വളരെ പെട്ടെന്ന് തന്നെ നീ ഒരാൾക്ക് കൂടെ അമ്മയാവും. അതിനുശേഷം നീ ബാറ്റിൽ ഗ്രൗണ്ടിലോട്ട് തിരിച്ചു വരും.
ഇത് കേട്ട് ഫഗോലിയന് കരച്ചിൽ വരുന്നു. ഇത് കരയാനുള്ള സമയമല്ല. അവർ നിങ്ങളോട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, മാജിക് നൈറ്റിന് നിങ്ങളെ ആവശ്യമുണ്ട് ലേഡി ഏസിയർ. പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെക്കുന്നേ? എനിക്കറിയാം, ഒരു മാജിക് നൈറ്റ് എന്ന നിലയിൽ ഒരിക്കൽ നീ യുദ്ധകളത്തിലോട്ട് ഇറങ്ങും. നീ ജനങ്ങൾക്കും നിന്റെ രാജ്യത്തിനും വേണ്ടി പോരാടും. അത് നിന്റെ ജീവൻ അപകടമാണോ അല്ലയോ എന്ന് പോലും നീ അപ്പൊ ചിന്തിക്കില്ല, ശരിയല്ലേ? അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു കുട്ടിയുണ്ടായാൽ എന്ത് വില കൊടുത്തോ അതിന്റെ ജീവൻ രക്ഷിക്കാൻ അവൾ ശ്രമിക്കും. ഒരു അമ്മയാകുന്നു എന്നതിനർത്ഥം അതാണ് മെറിലിയോണ. ഒരു കാര്യം തീരുമാനിച്ച ഒരു സ്ത്രീയേക്കാൾ ശക്തമല്ല മറ്റൊന്നും. നിന്റെ അമ്മയെ പോലെ നീ കേറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്ക്. സോ എല്ലാവരും തങ്ങളുടെ മാജിക് സ്കിൻ യൂസ് ചെയ്ത് അതിന് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് മാജിക് ഇല്ലാത്ത നമ്മുടെ ആസ്ത ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അത്രയധികം ചൂട് സഹിച്ച് അവൻ മുന്നോട്ട് നടക്കാൻ തന്നെ ശ്രമിക്കുന്നു. ഓ നാശം! എല്ലാവരും ഒരുപാടധികം മുന്നോട്ട് പോയി. എന്റെ ധൈര്യവും മസിൽസും ഉപയോഗിച്ച് എനിക്കിതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ സോഡെടുത്ത് വീശുവാണ് ആസ്ത. പെട്ടെന്ന് തന്നെ അവൻ താഴെ വീഴുന്നു. എന്റെ സോഡ് ഉപയോഗിച്ച് ഈ ചൂട് കുറക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? നിനക്ക് തിരിച്ചു പോകാം. മാജിക് പവർ ഇല്ലാത്ത ഒരാൾക്ക് ഇത് മറികടക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഏറ്റവും കൂടുതൽ സ്റ്റാർ മേടിച്ച രണ്ടാമത്തെ ആള് നീ ആയതുകൊണ്ട് നിന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതുവരെ നീ നേടിയതെല്ലാം നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു. ആ ഭാഗ്യം നിനക്ക് ഇനിയുമുണ്ടെങ്കിൽ ഇത് മറികടക്കാൻ സാധിച്ചില്ലെങ്കിലും നിന്നെ കൊണ്ടൊരു വിസാർഡ് കിങ് ആകാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ നിനക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് മെറിലിയോണ അവിടെ നിന്നും പോകുന്നു. ഇല്ല, ഞാൻ ഒരിക്കലും തിരിച്ചു പോകില്ല. നമ്മൾ പരിശ്രമിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല. ഓ എന്നാ പോയി കയറ്. നിങ്ങൾക്ക് അഹങ്കാരത്തോടെ മറ്റുള്ളവരെ ഒരിക്കലും സംരക്ഷിക്കാൻ സാധിക്കില്ല. വിസാർഡ് കിങ്ങിൽ നിന്നും ആളുകൾ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ. സ്വയം അറിയാത്തൊരു വിഡ്ഢിക്ക് അത് കൈകാര്യം ചെയ്യാൻ ഒരു വഴിയുമില്ല. എന്തുകൊണ്ടും അവരെക്കാൾ മികച്ചതാണെന്ന് അവർക്ക് തോന്നണം. ഞാൻ മുകളിലെത്തിയിരിക്കും. അർഹതയ്ക്കപ്പുറം എന്റെ സ്വപ്നങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്.